വീഡിയോ ഫോട്ടോ അല്ല. മാരൂരിലെ മുസ്തഫയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം അനവധിയായ നാടൻ കോഴികളും അതേപോലെ തന്നെ കരിങ്കോഴികളും ഗിരിരാജ കോഴികളുമൊക്കെ സുലഭമായി അദ്ദേഹം ഇവിടെ വീട്ടിൽ തന്നെ പോറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ നാടൻ കോഴിയുമായി നിങ്ങൾ പിന്നെ എത്ര കാലമായി നാടൻ കോഴി ഇങ്ങനെ പോറ്റുന്നത്? നാടൻ കോഴിയായിട്ട് നിങ്ങളുടെ ഈ ഒരു 4 മാസത്തോളമായി. 4 മാസത്തോളം. നിങ്ങൾ ഇതിനുള്ള കൊടുക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ? ഇന്ന് കാര്യമായിട്ട് അരി, അതുപോലെ ഗോതമ്പ്, കുറച്ച് കോഴിത്തീറ്റ. അതെ അല്ലേ. അപ്പോൾ കോഴികൾക്ക് പിന്നെ മരുന്നോ മറ്റേ ഇല്ല, മരുന്നൊന്നും കൊടുക്കില്ല. മരുന്നൊന്നും കൊടുക്കില്ല. നാടൻ ഇങ്ങനെയുള്ള നിങ്ങൾ ഈ കോഴികൾക്ക് ഉള്ളി നന്നായിട്ട് കൊടുക്കുന്നതാണ്. ഉള്ളി ഗുണം കോഴിക്കുണ്ടാകുന്ന പനി, കോഴിൻ്റെ ചുമ, കോഴിക്കുണ്ടാകുന്ന അസുഖത്തിന് നാടൻ മരുന്നാണ് ഉള്ളി. അതല്ലേ. അപ്പോൾ വേറെ പിന്നെ വെറ്റിനറി മരുന്നുകളൊന്നും കോഴിക്ക് കൊടുക്കാറില്ല? ഇല്ല, ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇത് കോഴി കമ്പം തുടങ്ങിയിട്ട് കുറേ കാലമായി? ഞാൻ 5-8 വർഷം മുമ്പ് കോഴി, ആടൊക്കെ നാടൻ കോഴി നല്ല താല്പര്യമാണ്. അപ്പോൾ ആട് ബിസിനസ് ഇല്ല? ആടില്ല. ഇല്ല അല്ലേ. പശു അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല? ഒന്നുമില്ല. കോഴിയിലാണ് ഇപ്പോൾ താല്പര്യം. അനവധിയായ കോഴി കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം വരുന്നൊരു കാഴ്ച. ഈ ഇന്നത്തെ കാലത്ത് ഈ കോവിഡ് കാലങ്ങളിൽ വീട്ടിൽ ഒരു 100 കണക്കിന് കോഴികളെ അദ്ദേഹം പോറ്റി വളർത്തി അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ അദ്ദേഹം വിവരിച്ചു തരും. ഈ കരിങ്കോഴിയുടെയും അതേപോലെ ഗിരിരാജയുടെയൊക്കെ കോഴിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരും. ഗിരിരാജ കോഴി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തൂക്കം കൂടും, നല്ല വളരും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സാധാ ഭക്ഷണം കഴിക്കില്ല. അരി ഭക്ഷണം കഴിക്കൽ കുറവാണ്. ഗ്രാമീണ കോഴിയാണ്. അതെല്ലാ ഭക്ഷണം കഴിക്കും. അരി, ചോറ്, ഗോതമ്പ്, വാഴപ്പിണ്ടി. അപ്പോൾ ഇപ്പോൾ ഇത്ര നല്ല വലിപ്പമൊക്കെ കോഴി കണ്ടു. കോഴി മുട്ട അതിൻ്റെ സമയം ഇല്ല, ഇതൊരു 3.5 മാസത്തെ ഇതായിട്ടുള്ളൂ. 3.5 മാസം. ഇപ്പം അടുത്ത ബാച്ചുണ്ട്. ഈ താറാവ് കൃഷിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ടോ? ഇല്ല, താറാവിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല. കാടകൃഷിയോ അങ്ങനെയൊക്കെ? ഇല്ല. കോഴിയാണ് ഏറ്റവും പിന്നെ അഭിമാനമായി തോന്നിയത്. നാടൻ കോഴി പണ്ടേ വീടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നാടൻ കോഴി. നാടൻ കോഴിയെ പോറ്റുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ കാലത്ത് നാടൻ കോഴിയൊക്കെ പോറ്റാൻ വലിയൊരു പ്രയാസമുള്ള കാലത്താണ് ഇദ്ദേഹം പിന്നെ തികച്ചും വ്യത്യസ്തമാകുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് ഇവിടെ സമ്മാനിക്കുന്നത്. 100 കണക്കിന് നാടൻ കോഴികളെ അതേപോലെ തന്നെ ഗിരിരാജ കോഴികളും ഗ്രാമ കോഴികളൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വിവരണം നൽകിയത് രാജീവൻ ശിവപുരമാണ്. നിങ്ങൾക്ക് കാഴ്ചയിൽ കാണാം, നിങ്ങളുടെ മുന്നിൽ 100 കണക്കിന് കോഴികൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറമ്പിൽ നിന്ന് ചികഞ്ഞിട്ടാണ് കോഴി. അദ്ദേഹം മറ്റൊരു ഔഷധം അദ്ദേഹം നൽകുന്നത് കോഴികൾക്ക് നാടൻ വേപ്പിൻ ഇലയാണ്. വേപ്പിൻ ചപ്പാണ് കോഴികൾക്ക്. ഇങ്ങനെ കോഴിക്ക് വെറുതെ കൊടുത്താൽ മതി. കോഴിക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ ഈ കോഴികൾക്ക് നാടൻ ചപ്പ് കൊടുക്കുന്ന ഈ കയപ്പുള്ള സാധനമാണ്. അപ്പോൾ കോഴികൾക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തായിരിക്കും? കോഴി ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി, അതിൻ്റെ 100 രോഗങ്ങൾ മാറും. കോഴിക്കുണ്ടാകുന്ന രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കും, രാവിലെ കഴിക്കും. വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോ മറ്റോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിനകത്ത്? നിർദ്ദേശമൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. ഇല്ല. കോഴികൾക്ക് ഇന്നേ മരുന്ന് കൊടുക്കാമെന്നോ അവരോട് ചോദിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളി കൊടുക്കും, പനി അതുപോലുള്ള പിന്നെ ചുമക്ക് ഉള്ളി, ബാക്കിയുള്ള വേപ്പിൻ്റെ വലിയ ഉള്ളിയാണ് കഴിക്കുക, ചെറിയ ഉള്ളിയാണ് കൊടുക്കുക? വലിയ ഉള്ളി കഷ്ണങ്ങളായി കൊടുക്കുക. അതുപോലെ മഞ്ഞപ്പൊടിൻ്റെ വെള്ളം, പിന്നെ നല്ല മഞ്ഞൾപ്പൊടിയുടെ ഇഞ്ചി നീരാക്കി വെച്ചിട്ടുണ്ട്. ഓരോ തുള്ളി ആഴ്ചക്കൊരിക്കൽ ഇഞ്ചി നീര് കൊടുക്കും. ഇഞ്ചി നീര് കോഴികൾക്ക് നന്നായി കൊടുക്കും. കോഴിൻ്റെ അത് നല്ലൊരു ഇതാണ്, ഗുണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഒരു ചെറിയ വിവരം ഞങ്ങൾക്ക് നൽകിയത്. അദ്ദേഹം കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ആര്യ വേപ്പിൻ്റെ ചപ്പും അതേപോലെ തന്നെ വലിയ ഉള്ളിയുടെ ചെറിയ കഷ്ണങ്ങളാക്കി കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നു. അപ്പോൾ
വെറ്റിനറി ഡോക്ടർമാരുടെയൊന്നും നിർദ്ദേശമില്ലാതെയാണ് സ്വയം നാട്ടിന് പുറത്തെ കുറേയേറെ നല്ല അറിവുകൾ വെച്ച് അദ്ദേഹം കോഴിയെ അദ്ദേഹം ഈ വീട്ടിൽ വെച്ച് കോഴിയെ 4 മാസത്തുള്ള കോഴി പോയിരുന്നു, രോഗമൊന്നും വന്നിട്ടില്ല. 4 മാസമേ ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഈ ചപ്പ് ഒള്ളി ഒന്നും കൊടുത്തിട്ട് രോഗങ്ങളൊന്നും വന്നില്ല. ഇല്ല, വേപ്പിൻ ചപ്പ്, പിന്നെ അതുപോലെ നമ്മുടെ പപ്പായൻ്റെ ഇല, പപ്പായയുടെ ഇല, നമ്മുടെ ഈ പേരക്കയുടെ ഇലയൊക്കെ കൊടുക്കാറുണ്ട്. പേരക്കല്ല, പപ്പായയുടെ ഇല, കോവക്ക ഇല, അതെ അല്ല, അതൊക്കെ ഔഷധമായിട്ട് അതിന് പേശംപുട്ടിൻ്റെ ഇല, ഇതെല്ലാം കോഴിൻ്റെ. അതെ, അദ്ദേഹം തീർത്തും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വെച്ചാൽ ഈ മുസ്തഫയുടെ ഈ കോഴി സ്നേഹത്തിന് മുന്നിൽ ശരിക്കും നമ്മൾ അമ്പരന്ന് പോവുകയാണ്. കാരണം ഇതേപോലെ ഉള്ള നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം 100 കണക്കിന് ഈ വേറെ ഒരു പറമ്പത്തും ഇത് പോവില്ല അല്ലേ? ഇവിടെ തന്നെയാണ്, വേറെ ആളുടെ പറമ്പത്തൊന്നും കയറി അതും ഇതൊക്കെ കുത്തിപ്പറിക്കുന്ന ശീലമൊന്നും കോഴിക്കില്ല അല്ലേ? അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് അതിൻ്റെ വാസം. ഈ ഇവിടെ അദ്ദേഹം കൂടൊക്കെ നല്ല വൃത്തിയായിട്ട് അതിനെ കണ്ടീഷനായിട്ട് അദ്ദേഹം പരിപാലിച്ചു കൊണ്ട് 3-4 തട്ടുകളിലാണ് കോഴിയെ അദ്ദേഹം വളർത്തുന്നത്. അടിയിൽ നല്ല മില്ലിനുള്ള നല്ല മനോഹരമായ കുറേ നല്ല അതിൻ്റെ ഈർച്ചപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഇതിനകത്തിട്ട് 2 തട്ടാക്കിയിട്ടാണ് കോഴിയെ വളർത്തുന്നത്. തീർത്തും നല്ലൊരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം കോഴിയെ വളർത്തുന്നത്. നിങ്ങൾക്ക് കാഴ്ചയിൽ കാണാം, ഇവിടെയൊക്കെ കാണാം. ഇവിടെ മറ്റൊരു വീടിൻ്റെ പഴയ ഒരു അകത്ത് മറ്റൊരു കൂട് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ആ കൂടിനകത്ത് അദ്ദേഹം നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹം നല്ല അതേപോലെ എലിയോ ചേരയോ മറ്റേ ഒരു സാധനങ്ങളോ ഒന്നും യുദ്ധശക്തികളൊന്നും ആയ സാധനങ്ങളൊന്നും കയറാതെ അദ്ദേഹം അവിടെ അതിൻ്റെ ശരിക്കും പരിപാലിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഴ്ചയിൽ കാണാം. അപ്പോൾ മുസ്തഫ മാലൂരിനെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ നല്ല ഒരു ലാഭം കൊയ്യുന്ന, അതേപോലെ തന്നെ അത്ര വലിയ വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ നാടൻ കോഴിയെയും ഗിരിരാജ കോഴിയെയും ഗ്രാമ കോഴികളും 100 കണക്കിന് കോഴികളെ വളർത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ഈ ഒഴിവുവേള, ഇതിനു മുന്നിൽ നിങ്ങൾ വേറെ എവിടെയായിരുന്നു ജോലി ചെയ്തത്? ഞാനല്ല, കൃഷി കോഴി തന്നെ അല്ല, വിദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോഴിയെ പറ്റി വലിയ താല്പര്യം ആദ്യം ഉണ്ടായിരുന്നു. ആടിനെ വളർത്തിയിരുന്നു. അതെ, ആട് കുറേ ആടും ഉണ്ടായിരുന്നു. ആട് ഒരാട്ടിനെ കൊണ്ടുവന്ന് അതിനെ കൊണ്ട് 5-8 ആടുണ്ടായിരുന്നു. ബാക്കി കോഴിയെ അല്ലാതെ ബാക്കി ഏതെങ്കിലും കൃഷിതരം ആണ്? ഇല്ല, ഒന്നും നോക്കിയില്ല. വാഴ കൃഷിയോ അതേ കപ്പ കൃഷിയോ അങ്ങനെ? വാഴയുണ്ട്, കപ്പുണ്ട്, പിന്നെ പച്ചക്കറി ഒരു 10-12 ഐറ്റംസ്. തക്കാളി, പച്ചമുളക്, വെണ്ടക്ക, കോയക്ക, പേരക്ക, സപ്പോട്ട, മാങ്ങ. നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് അധികം കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്. കൃഷി യോഗ്യമായ നല്ല സാധനം ഇവിടെ തന്നെ വിളയിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ആവുന്നുള്ള തെളിയിച്ചിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ അറിവുകളാണ് നിങ്ങൾക്ക് ഇവിടെ വിവരിച്ചു തന്നത്. ക്യാമറമാൻ സുധീർ മട്ടന്നൂരിനൊപ്പം പാറക്കണ്ടി രാജീവൻ ശിവപുരമാണ് നിങ്ങൾക്ക് ഈ വിവരണം നൽകിയത്.